കഴിഞ്ഞ ആഴ്ച ഇറാനെതിരെ യുദ്ധം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അമേരിക്ക ഇപ്പോഴും ആ തേങ്ങ ഉടച്ചിട്ടില്ല. യുദ്ധം ഇന്നുണ്ടാകും, നാളെ ഉണ്ടാകും എന്ന് അമേരിക്കൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അത് നാളെ നീളെയാണ്. ഇറാന് മേൽ എടുത്തുചാടി ഒരു യുദ്ധപ്രഖ്യാപനം നടത്താൻ ട്രംപ് തയ്യാറാവില്ല. ഇനി അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അത് മറ്റൊരു മഹായുദ്ധത്തിലേക്ക് വഴി തുറക്കുമോ എന്ന സഖ്യരാജ്യങ്ങളുടെ ആശങ്ക അമേരിക്കയ്ക്ക് തള്ളാനും ആകില്ല. ഹോർമൂസ് കടലിടുക്കിന് സമീപം റഷ്യ, ചൈന, ഇറാൻ സംയുക്ത സൈനിക അഭ്യാസം നടത്തിയത് അമേരിക്കയ്ക്ക് നൽകുന്ന സന്ദേശം ചെറുതല്ല. നിരവധി യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഇസ്രയേൽ കഴിഞ്ഞ ജൂണിൽ നടത്തിയ ആക്രമണത്തെ നേരിട്ട ഇറാനല്ല ഇപ്പോഴത്തെ ഇറാൻ. റഷ്യയും ചൈനയും വൻതോതിൽ ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും ഇറാനിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അമേരിക്ക ആക്രമിച്ചാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയും ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, വെനസ്വേല എന്നിവയുടെ മാതൃകയിൽ ഇറാനിലും സൈനിക ഇടപെടൽ നടത്തിയാൽ രാജ്യത്തിനകത്തുണ്ടാവാനിടയുള്ള പ്രതിഷേധങ്ങളെ ട്രംപിന് അവഗണിക്കാനാകില്ല. സൈനിക നടപടികൾ ട്രംപിന്റെ പ്രതിച്ഛായ നിർമ്മിതിക്കുള്ളതാണെന്ന് ഇതിനോടകം പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്ന നടപടിയിലേക്ക് ഇറാൻ കടന്നാൽ അത് അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ കടുത്ത പ്രതിസന്ധിയും ഉണ്ടാക്കും. പുതിയ സാഹചര്യത്തിൽ ഇറാന് മുന്നിൽ വ്യവസ്ഥകൾ വെച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ അവരുടെ ആണവായുധ പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം. പകരം ഊർജ്ജ ആവശ്യത്തിന് യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകും. വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ മകൻ മൊജ്തബ ഖമേനിയെയും വധിക്കും. അമേരിക്കൻ വാർത്താ ഏജൻസിയായ ആക്സിയസ് ആണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ഇറാന്റെ ഭരണം കൈയാളുന്ന മത നേതൃത്വത്തിലെ പ്രമുഖ നേതാക്കളെയും ഇല്ലാതാക്കും. ഇറാനിൽ പറന്നിറങ്ങാൻ അമേരിക്കൻ സൈനിക വ്യൂഹം മിഡിൽ ഈസ്റ്റിൽ നിലകൊള്ളുമ്പോഴും ചർച്ചകളിൽ ഇരുപക്ഷത്തിനും ധാരണയുണ്ടാകാത്ത സാഹചര്യത്തിലുമാണ് ട്രംപിന്റെ അന്ത്യശാസനം. 2003 നടന്ന ഇറാഖ് അധിനിവേശത്തിന് എത്തിയതിനേക്കാൾ വലിയ അമേരിക്കൻ സൈനിക വ്യൂഹമാണ് ഇപ്പോൾ ഉത്തരവ് കാത്തിരിക്കുന്നത്. ജോർദാനിലെ മുവാഹക് എയർബേസിൽ F-35 അടക്കം 60ഓളം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ സജ്ജമാണ്. ഇത് സാധാരണ ഉണ്ടാകാറുള്ളതിന്റെ 3 ഇരട്ടിയാണ്. നിരവധി ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും സൈനിക താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. 68ഓളം സൈനിക ചരക്ക് വിമാനങ്ങൾ സമീപ ദിവസങ്ങളിൽ ഇവിടെ ലാൻഡ് ചെയ്തെന്നാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡുകൾ പ്രകാരമുള്ള വിവരം. ഇറാന്റെ ഭാഗത്തു നിന്ന് മിസൈൽ പ്രത്യാക്രമണം ഉണ്ടായാൽ പ്രതിരോധിക്കാൻ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും എത്തിച്ചിട്ടുണ്ട്. പോയ വാരാന്ത്യത്തിൽ അമേരിക്ക ഇറാന് മേൽ ആക്രമണം ആരംഭിക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും അത് യുദ്ധപ്രതീതിയായി ഇപ്പോഴും തുടരുകയാണ്. അമേരിക്കയുമായി ചേർന്ന് ഇറാന് മേൽ ആക്രമണം നടത്താൻ ഇസ്രയേലും ഒരുക്കം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആക്രമണത്തിനുള്ള ഉത്തരവ് ട്രംപ് ഏത് നിമിഷവും പുറപ്പെടുവിക്കുമെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രതിച്ഛായ മോശമായി നിൽക്കുന്ന ട്രംപിന് ഇരുകൂട്ടർക്കും സ്വീകാര്യമായ ആണവ കരാറിലേക്ക് ഇറാനെ എത്തിക്കുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്. ധാരണയിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഇറാൻ ഇല്ലാതാക്കിയാൽ അമേരിക്ക ഇനിയും ക്ഷമയോടെ കാത്തിരിക്കില്ല. സൈനിക നടപടി ഒഴിവാക്കാൻ ഇറാൻ അമേരിക്കയുമായി ധാരണയുണ്ടാക്കിയേ പറ്റൂ. നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് അമേരിക്കൻ അധികൃതർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും ട്രംപിന്റെ മരുമകൻ ജെറാഡ് കുഷ്ണറും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുമായി ജനീവയിൽ 2 വട്ട ചർച്ചകൾ നടത്തിയെങ്കിലും നിർണായക വിഷയങ്ങളിൽ ഇപ്പോഴും ഭിന്നത തുടരുകയാണ്. ഇറാന്റെ ആണവായുധ പദ്ധതികൾ, ബാലിസ്റ്റിക് മിസൈലുകളുടെ എണ്ണവും ദൂരപരിധിയും കുറയ്ക്കുക തുടങ്ങിയ വിഷയങ്ങളിലാണ് ധാരണ ഉണ്ടാകാത്തത്. ഇറാൻ ചർച്ചകൾക്കും ആക്രമണത്തെ പ്രതിരോധിക്കാനും സജ്ജമാണെന്ന ആമുഖത്തോടെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി ഇതിനോട് പ്രതികരിച്ചത്. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തലാക്കണമെന്ന വ്യവസ്ഥ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടില്ലെന്ന് അറക്ചി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാമെന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും അറക്ചി വിശദീകരിച്ചു. അതേസമയം ഇരുകൂട്ടർക്കും തുടർ ചർച്ചകൾക്കായുള്ള പൊതുനയം രൂപീകരിക്കാനായി ഇതുപ്രകാരം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളുടെ കരട് 2-3 ദിവസത്തിനകം അമേരിക്കൻ അധികൃതർക്ക് കൈമാറും. ഇറാന്റെ ആണവ പദ്ധതികൾ എന്നെന്നും സമാധാനപരമായിരിക്കും എന്നുറപ്പുവരുത്തുന്നത് സംബന്ധിച്ചാണ് ചർച്ച നടത്തിയത്. ഇക്കാര്യത്തിൽ അമേരിക്കയുടെ വിശ്വാസം നേടിയെടുക്കാൻ ഇറാൻ നടപടിയെടുക്കും. പകരം ഇറാന് മേലുള്ള ഉപരോധങ്ങളിൽ അമേരിക്ക ഇളവുകൾ പ്രഖ്യാപിക്കണമെന്നും
അറക്ചി വ്യക്തമാക്കി. എന്നാൽ ഇറാന് മേലുള്ള സൈനിക നടപടിയെക്കുറിച്ചുള്ള കൃത്യമായ നിലപാട് ട്രംപ് ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. നിയന്ത്രിതമായ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളുന്നില്ലെന്നാണ് ട്രംപ് പറയുന്നത്. അവർ ഒരു ധാരണയിലേക്ക് എത്തുന്നതാണ് അഭികാമ്യം. ഇതിനായി പരമാവധി 10-15 ദിവസം അനുവദിക്കാമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇരുഭാഗങ്ങളും തമ്മിൽ ധാരണയായാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പ്രതിനിധികൾ ഇറാനിൽ പരിശോധനകൾക്കായി വീണ്ടും എത്തും. ഇറാൻ ഇതിനോടകം സമ്പുഷ്ടീകരിച്ച 450 കിലോയോളം യുറേനിയം നിർവീര്യമാക്കുക എന്നതായിരിക്കും ഉദ്ദേശം. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് പര്യവസാനം കുറിച്ച അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിൽ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർന്നപ്പോൾ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഭൂമിക്കടിയിൽ മൂടപ്പെട്ടുവെന്നാണ് ഇറാന്റെ വിശദീകരണം. ഇറാൻ ഉറപ്പുകൾ രേഖാമൂലം നൽകണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. യുദ്ധം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പന്തിപ്പോൾ ഇറാന്റെ കോർട്ടിലാണെന്നും അമേരിക്ക വിശദീകരിക്കുന്നു. ഇറാനിൽ ഭരണകൂടത്തിനെതിരെ പോരാടിയവരെ വേട്ടയാടിയ സംഭവത്തിൽ പ്രതികാരദാഹവുമായാണ് അമേരിക്ക ആക്രമണത്തിന് മുതിരുന്നത്. ഇറാനിൽ 32,000-ഓളം പേർ കൊല്ലപ്പെട്ടുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇറാനിലെ ജനത നരകതുല്യമായ ജീവിതമാണ് നയിക്കുന്നതെന്നും ട്രംപ് പറയുന്നു. എന്നാൽ ഇറാനിൽ ഭരണകൂട വേട്ട നടന്നു എന്ന് ആരോപിക്കുന്നവർ ഇത് സംബന്ധിച്ചുള്ള തെളിവ് പുറത്തുവിടണമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത്. പ്രക്ഷോഭങ്ങളിൽ 3117 പേർ കൊല്ലപ്പെട്ടെന്നാണ് ഇറാൻ ഔദ്യോഗിക വിശദീകരണം. ഇതിൽ 200 സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ട്. കൊല്ലപ്പെട്ടവരിൽ 690 പേർ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഫണ്ട് കൈപ്പറ്റിയ ആയുധധാരികളായ തീവ്രവാദികളാണെന്നും അബ്ബാസ് അറക്ചി പറഞ്ഞു. അതേസമയം ഇറാനിലെ മനുഷ്യാവകാശ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ഐക്യരാഷ്ട്രസഭ പ്രതിനിധി മൈക്ക് സാത്തോയുടെ നിഗമനം പ്രകാരം 20,000-ലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നും എന്നാൽ രാജ്യവ്യാപകമായുള്ള ഇന്റർനെറ്റ് നിരോധനം മൂലം യഥാർത്ഥ വസ്തുത മൂടിവെക്കപ്പെട്ടിരിക്കുകയുമാണ്. പ്രക്ഷോഭങ്ങൾക്കിടെ പിടിയിലായ ആയിരക്കണക്കിന് പേർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് വ്യക്തത വേണം. ഇറാനിൽ വധശിക്ഷ നടപ്പിലാക്കുന്നത് നിർത്തിവെക്കണമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട്. ഇറാന് മേൽ ആക്രമണം നടത്താൻ ട്രംപിനെ പിന്തിരിപ്പിക്കുന്ന മറ്റു പല ഘടകങ്ങളുമുണ്ട്. അത് യൂറോപ്യൻ സഖ്യരാജ്യങ്ങളിൽ പലതും അമേരിക്കൻ നീക്കത്തോടുള്ള വിയോജിപ്പ് പരസ്യമാക്കിയതാണ്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ അനുമതിയില്ലാതെ നടത്തുന്ന സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവുമാണ്. ഏതായാലും ഇക്കാര്യത്തിൽ നാറ്റോ സഖ്യരാജ്യമായ ബ്രിട്ടൻ അമേരിക്കയെ കൈയൊഴിഞ്ഞു കഴിഞ്ഞു. ഇറാന് മേൽ സൈനിക നടപടി നടത്താൻ സൈനിക താവളം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അമേരിക്കൻ ആവശ്യത്തെ ബ്രിട്ടൻ നിരാകരിച്ചു. അമേരിക്കൻ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ നടപടി. ഗ്ലോസസ്റ്റർ ഷെയറിലെ റോയൽ എയർഫോഴ്സ് സ്റ്റേഷനിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ബ്രിട്ടീഷ് സൈനിക താവളമായ ഡീഗോ ഗാർഷിയിലുമാണ് അമേരിക്ക അനുമതി തേടിയത്. മുൻകാലങ്ങളിൽ അമേരിക്കൻ സൈനിക നടപടികൾക്ക് ഇടം നൽകിയിട്ടുള്ള സൈനിക താവളങ്ങളാണ് ഇതെന്ന് പ്രത്യേകം ഓർക്കണം. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന തരത്തിൽ നിലപാടെടുത്താൽ ആക്രമിക്കുന്ന രാജ്യവും അതിനെ പിന്തുണയ്ക്കുന്ന രാജ്യവും തമ്മിൽ എന്താണ് വ്യത്യാസം? നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. അതേസമയം മേഖലയിലെ സമാധാനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് ബ്രിട്ടന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഫോണിൽ ബന്ധപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സുരക്ഷാ പ്രശ്നങ്ങൾ ചർച്ചയായി എന്ന് മാത്രമാണ് ഔദ്യോഗിക സ്ഥിരീകരണം. എന്നാൽ അമേരിക്കയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ സൈനിക താവളം അനുവദിക്കില്ല എന്ന് സ്റ്റാർമർ ട്രംപിനെ നേരിട്ട് അറിയിച്ചെന്നാണ് സൂചന. കാരണം ഈ ഫോൺ സംഭാഷണത്തിന് തൊട്ടു പിന്നാലെ മൗറീഷ്യസിനോട് ചേർന്നുള്ള ഷാഗോസ് ദ്വീപിന് മേൽ ബ്രിട്ടന്റെ പരമാധികാര അവകാശത്തിനുള്ള അമേരിക്കൻ പിന്തുണ ട്രംപ് പിൻവലിച്ചു. മൗറീഷ്യസിനെ സ്വതന്ത്രമാക്കുന്നതിന് മുൻപ് ഷാഗോസ് ദ്വീപിനെ ബ്രിട്ടൻ വേർപെടുത്തിയിരുന്നു. 2019 ഈ ദ്വീപ് മൗറീഷ്യസിന് തിരിച്ചു നൽകണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ബ്രിട്ടനോട് ഉത്തരവിട്ടിരുന്നു. മിഡിൽ ഈസ്റ്റിലെ എണ്ണ ഉൽപാദക രാജ്യങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണ ഉണ്ടാക്കണം എന്നുള്ള നിലപാടാണ് എടുത്തിരിക്കുന്നത്. സംഘർഷ സാഹചര്യം എണ്ണ വിപണിയിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടാക്കും എന്നുള്ളതാണ് കാരണം. കൂടാതെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ എടുക്കുന്ന നിർണായക നിലപാടുകൾ അത് എണ്ണ വിപണിയെ കാര്യമായി സ്വാധീനിക്കാനും ഇടയുണ്ട്. ഏതായാലും വെനസ്വേലയിൽ സൈനിക നടപടിക്ക് ഉത്തരവിട്ട ട്രംപ് അതേ ലാഘവത്തോടെ ഇറാന്റെ കാര്യത്തിൽ നടപടിയെടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ചർച്ചകൾക്ക് സന്നദ്ധമാണ് എന്നുള്ള ഇറാന്റെ നിലപാട് പൂർണ്ണമായി തള്ളിക്കളയാനാകാത്തത് തന്നെയാണ് കാരണം.